ആനന്ദപുരത്ത് മദ്യലഹരിയിൽ ജ്യേഷ്ഠൻ സഹോദരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊടകര വഴിയിൽ കൊടിയൻകുന്നിൽ കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ യദുകൃഷ്ണനാണ് മരിച്ചത്. റഷ്യൻ കൂലി പട്ടാളത്തിൽപ്പെട്ട മലയാളി യുവാവിന് മോചനം. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യൻ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ തൃശൂരിൽ തൊഴിൽ പൂരം തീർക്കും. പ്രധാന ഉദ്യോഗസ്ഥരുടെയും വിവിധ ഏജൻസി പ്രതിനിധികളുടെയും യോഗം ചേർന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ആനന്ദപുരത്ത് മദ്യലഹരിയിൽ ജ്യേഷ്ഠൻ സഹോദരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊടകര വഴിയിൽ കൊടിയൻകുന്നിൽ കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ യദുകൃഷ്ണനാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് ആനന്ദപുരം കള്ളുഷാപ്പിൽ വെച്ചായിരുന്നു സംഭവം. ആനന്ദപുരത്ത് കള്ളുഷാപ്പിൽ വെച്ച് സഹോദരങ്ങൾ തമ്മിലുണ്ടായ സ്വത്ത് തർക്കത്തിനിടെ അനുജനെ തലക്കടിച്ചു കൊലപ്പെടുത്തിയ സഹോദരനെ കസ്റ്റഡിയിലെടുത്തു. ആനന്ദപുരം കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ സുധാകരന്റെ മകൻ 29 വയസ്സുള്ള യദുകൃഷ്ണനാണ് മരിച്ചത്. ജ്യേഷ്ഠൻ വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് പിടികൂടി. സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ പ്രതിയെ അന്വേഷണം നടത്തി വരവെ ആനന്ദപുരം പാടത്തു നിന്നാണ് പിടികൂടിയത്. തുടർന്ന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട വിഷ്ണുവിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നടപടിക്രമങ്ങൾക്ക് ശേഷം വിഷ്ണുവിനെ കോടതിയിൽ ഹാജരാക്കും. വിഷ്ണുവിന് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അടിപിടി, മോഷണം, വീട് കയറി ആക്രമണം എന്നീ 3 ക്രിമിനൽ കേസുകളുണ്ട്. ബുധനാഴ്ച വൈകിട്ട് 7:30 സംഭവം. കുടിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ഷാപ്പിൽ വിഷ്ണു വഴക്കുണ്ടാക്കിയതറിഞ്ഞ് പിടിച്ചുമാറ്റാൻ എത്തിയതായിരുന്നു യദുകൃഷ്ണൻ. ഇതിനിടെ വിഷ്ണു കള്ളുകുപ്പികൊണ്ട് യദുകൃഷ്ണനെ തലക്കടിക്കുകയും മരപ്പലക കൊണ്ട് പുറത്തടിക്കുകയുമായിരുന്നു. അടിയേറ്റ് വീണുകിടന്ന യദുകൃഷ്ണനെ പുതുക്കാട് പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. രാത്രി 11 മണിയോടെ മരണം സംഭവിച്ചു. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട. റഷ്യൻ കൂലി പട്ടാളത്തിൽപ്പെട്ട മലയാളി യുവാവിന് മോചനം. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യൻ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിനിനെ ഡൽഹിയിൽ എത്തിച്ചു. റഷ്യൻ കൂലി പട്ടാളത്തിൽ ചേർന്ന തൃശൂർ വടക്കാഞ്ചേരി സ്വദേശിയായ ജെയിൻ കുര്യന് മോചനം. യുദ്ധത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ജെയിനിനെ റഷ്യ വിട്ടയക്കുകയായിരുന്നു. മോസ്കോയിലെ ആശുപത്രിയിൽ നിന്നും യുവാവിനെ ഡൽഹിയിൽ എത്തിച്ചു. ഡൽഹിയിൽ എത്തിയ ജെയിൻ ബന്ധുക്കളോട് ഫോണിൽ സംസാരിച്ചു. ജെയിനിനെ പട്ടാള ക്യാമ്പിലേക്ക് തിരികെ എത്തിക്കുമെന്നുള്ള ആശങ്കകൾക്കിടെയാണ് അപ്രതീക്ഷിത മോചനം. അതേസമയം ജെയിനിനൊപ്പം പോയി കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങി കൊല്ലപ്പെട്ട അളിയൻ ബിനിലിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കണമെന്ന് കുടുംബം ആവശ്യപ്പെട്ടു. ജെയിൻ മടങ്ങിയെത്തുമ്പോഴും ബിനിലിന്റെ ജീവൻ നഷ്ടമായതിലും മൃതദേഹം ലഭിക്കാത്തതിലും കടുത്ത ദുഃഖത്തിലാണ് കുടുംബം. മീഡിയ ടൈം, തൃശൂർ. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ തൃശൂരിൽ തൊഴിൽ പൂരം തീർക്കുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യകളും പുതിയ കാഴ്ചപ്പാടുകളും ആശയങ്ങളും പ്രയോജനപ്പെടുത്തി തൊഴിൽ രഹിതരില്ലാത്ത കേരളത്തെ ഒറ്റക്കെട്ടായി പടുത്തുയർത്തുകയാണ് വിജ്ഞാന തൃശൂർ. തൊഴിൽ പൂരം മെഗാ ജോബ് ഫെയറിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് പ്രധാന ഉദ്യോഗസ്ഥരുടെയും വിവിധ ഏജൻസി പ്രതിനിധികളുടെയും യോഗം ചേർന്നു. മെഗാ ജോബ് ഫെയറിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട് പ്രധാന ഉദ്യോഗസ്ഥരുടെയും വിവിധ ഏജൻസി പ്രതിനിധികളുടെയും യോഗം ചേർന്നു. തൃശൂർ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് മുരളി എന്നിവർ നേതൃത്വം നൽകി. ഏപ്രിൽ 26-ന് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലുമായി സംഘടിപ്പിക്കുന്ന മെഗാ ജോബ് ഫെയറിന്റെ രജിസ്ട്രേഷനും പരിശീലന പരിപാടികളുമെല്ലാം കാര്യക്ഷമമായി പുരോഗമിക്കുകയാണ്. 20,000-ലധികം ഉദ്യോഗാർത്ഥികളെ പ്രതീക്ഷിക്കുന്ന ജോബ് ഫെയറിന്റെ സുഗമമായ നടത്തിപ്പിന് വിപുലമായ സജ്ജീകരണങ്ങളാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയിലെ 24 ജോബ് സെന്ററുകൾക്കും രജിസ്ട്രേഷനായി പ്രത്യേകം കൗണ്ടറുകൾ ഏർപ്പെടുത്തും. ബ്ലോക്ക് തലത്തിലുള്ള ജോബ് സെന്ററുകൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും കൗണ്ടറുകൾ ഒരുക്കും. ഹെൽപ്പ് ഡെസ്കുകളും ഇൻഫർമേഷൻ സെന്ററുകളും ഇവിടെ പ്രവർത്തിക്കും. മേളയിൽ പങ്കെടുക്കുന്നതിനായി തൃശൂരിൽ എത്തുന്ന ഉദ്യോഗാർത്ഥികളെ സെന്ററുകളിൽ എത്തിക്കുന്നതിന് KSRTCയും മറ്റ് പൊതുവാഹന സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തും. സ്വകാര്യ വാഹനങ്ങളിൽ നേരിട്ടെത്തുന്നവർക്ക് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ അക്കാദമി, കേരള പോലീസ് അക്കാദമി, വിജ്ഞാന സാഗർ, GVHSS, രാമവർമ്മപുരം എന്നീ സ്ഥാപനങ്ങളിലെ ഗ്രൗണ്ടുകളിൽ പാർക്കിംഗ് സൗകര്യമൊരുക്കും. ജോബ് ഫെയർ നടക്കുന്ന ക്യാമ്പസുകളിലേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കില്ല. ലഘുഭക്ഷണവും കുടിവെള്ളവും ലഭ്യമാക്കുന്നതിന് ആവശ്യമായ സ്റ്റാളുകൾ ഒരുക്കും. പോലീസ് ഉദ്യോഗസ്ഥർക്ക് പുറമെ NCC, NSS വോളണ്ടിയർ സേവനവും ലഭ്യമാക്കും.
ഇലക്ട്രിസിറ്റി, നെറ്റ്വർക്കിംഗ്, ട്രാഫിക് നിയന്ത്രണം തുടങ്ങിയ അടിസ്ഥാന സേവനങ്ങൾ സെന്ററുകളിൽ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ പൂർണ്ണ സജ്ജമാക്കുന്നതിനാവശ്യമായ മുൻകരുതലുകളും യോഗം ചർച്ച ചെയ്തു. യോഗത്തിൽ വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ, കില ജില്ലാ ഫെസിലിറ്റേറ്റർ അനൂപ് കിഷോർ, KDISC അസോസിയേറ്റ് ഡയറക്ടർ ബിനീഷ് ജോർജ്, ജില്ലാ പ്രോഗ്രാം മാനേജർ KJ സിതാര, ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ്, വിമല കോളേജ് ഉദ്യോഗസ്ഥർ, വിവിധ സർക്കാർ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ, ടെലികോം കമ്പനി പ്രതിനിധികൾ, സാങ്കേതിക ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മീഡിയ ടൈം, തൃശൂർ. ചാലക്കുടി നഗരസഭ അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തോടുകൾ, കാനകൾ എന്നിവ വൃത്തിയാക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു. വിവിധ വാർഡുകളിലായി 100-ലേറെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. 20 ലക്ഷം രൂപ പദ്ധതിക്ക് വകയിരുത്തിയിട്ടുണ്ട്. നിലവിൽ വിവിധ വാർഡുകളിലെ ചെറിയ തോടുകളും കാനകളുമാണ് തൊഴിലാളികൾ ശുചീകരിക്കുന്നത്. ഈ വർഷം 6 കോടി രൂപയുടെ ആക്ഷൻ പ്ലാനിനാണ് അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതിക്കായി അംഗീകാരം ലഭിച്ചത്. റോഡുകൾ, തോടുകൾ, കാനകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവ വൃത്തിയാക്കുന്ന പ്രവൃത്തികൾ കൂടാതെ പച്ചക്കറി കൃഷി, പൂക്കൃഷി എന്നിവയും പദ്ധതിയുടെ ഭാഗമായി നടത്തുന്നുണ്ട്. മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ ഭാഗമായി വലിയ തോടുകൾ മണ്ണും കാടും നീക്കി വൃത്തിയാക്കുന്നതിന് നഗരസഭയുടെ വാർഷിക പദ്ധതിയിൽ 20 ലക്ഷം രൂപ വകയിരുത്തി നടപടികൾ പൂർത്തിയാക്കി വരികയാണ്. മെയ് ആദ്യവാരത്തോടെ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചുള്ള ഈ പ്രവൃത്തിയും ആരംഭിക്കും. ടൗൺ പ്രദേശത്തെ കാനകൾ വൃത്തിയാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രത്യേകം ജീവനക്കാരെയും തൊഴിലാളികളെയും നിയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ വാർഡ് തലത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന ഈ തൊഴിലാളികൾ അടുത്ത ആഴ്ച മുതൽ ടൗണിലെ കാനകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തും. പൊതുതോടുകളും കാനകളും അടച്ചുകെട്ടിയിട്ടുള്ളവർ മഴക്കാലത്തിന് മുൻപ് ഇത് നീക്കം ചെയ്ത് വെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള നടപടികൾ ചെയ്യണം. ഇല്ലാത്തപക്ഷം നഗരസഭ ഇക്കാര്യത്തിൽ നിയമപരമായ നടപടികൾ സ്വീകരിക്കും. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. പഴൂക്കര ദേവാലയത്തിൽ പരിശുദ്ധ യൗസേപ്പിതാവിന്റെ 45-ാം ഊട്ടുതിരുനാളിന്റെ ഭാഗമായി കിടക്കയോടെ അൾത്താരക്കരികിൽ പരിപാടി സംഘടിപ്പിച്ചു. പരസഹായം കൂടാതെ പള്ളിയിലെത്താൻ സാധിക്കാത്തവർക്ക് അൾത്താരയ്ക്ക് മുന്നിലിരുന്ന് കുർബാന കാണുവാൻ രൂപതയുടെ ഹൃദയ പാലിയേറ്റീവ് കെയർ, പഴൂക്കര കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റുമാരായ V1 ഫ്രണ്ട്സ് കൂട്ടായ്മ എന്നിവർ ചേർന്നാണ് സൗകര്യം ഒരുക്കിയത്. ഹൃദയ പാലിയേറ്റീവ് കെയർ ഡയറക്ടർ ഫാദർ ഷാജു ചിറയത്തിൽ, ഫാദർ ലിൻഡോ തെക്കിനിയത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ രോഗികൾക്ക് ദിവ്യബലിയും കുംഭസാരവും തൈലാഭിഷേകവും നടത്തി. കാശ്മീരിലെ പഹൽഗാമിൽ നിരപരാധികളായ മനുഷ്യർക്ക് നേരെ നടന്ന ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചും കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം അറിയിച്ചുകൊണ്ടും ദേശവ്യാപകമായി SDPI നടത്തിയ പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാള ടൗണിൽ കാൻഡിൽ മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി റിയാസ് ഏർവാടി പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് മജീദ് പുത്തഞ്ചിറ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മൻസൂർ പുളിക്കൽ, ഫൈസൽ, അസീസ്, മനാഫ്, നജാസ് മാരേക്കാട് എന്നിവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തിയും ഭീകരവാദ വിരുദ്ധ പ്രതിജ്ഞ എടുത്തും വെള്ളാങ്കല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കോണത്തുകുന്ന് സെന്ററിൽ മെഴുകുതിരി ജ്വാല തെളിയിച്ചു. മണ്ഡലം പ്രസിഡന്റ് A മുസമിൽ നേതൃത്വം നൽകി. EV സജീവ്, AR രാമദാസ്, പ്രശോഭ് അശോകൻ, സലീം അറക്കൽ, EK ജോബി, രമേശ് മാടത്തിങ്കൽ, ജോർജ് തൊമ്മാന, രഞ്ജു തച്ചലാട്ടിൽ, അഫ്സൽ, നാസർ, അസീസ്, റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ചും ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടും കോണത്തുകുന്ന് ജംഗ്ഷനിൽ ഭാരതീയ ജനതാ പാർട്ടി വെള്ളാങ്കല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. BJP വെസ്റ്റ് മേഖലാ പ്രസിഡന്റ് സോമൻ കുറ്റിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. BJP ഈസ്റ്റ് ഏരിയ പ്രസിഡന്റ് പ്രശോഭ് പുതുക്കാട്ടിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മണ്ഡലം സെക്രട്ടറി ഷിബിൻ ആക്ലിപ്പറമ്പിൽ, മേഖലാ ജനറൽ സെക്രട്ടറിമാരായ പ്രജീഷ്, ശിവലാൽ എന്നിവർ സംസാരിച്ചു. കുട്ടികൾക്കായി മധ്യവേനൽ അവധി ക്യാമ്പ് ഒരുക്കി കൊടുങ്ങല്ലൂർ ലോകമലേശ്വരം ശ്രീനാരായണ ഗുരുദേവ സമാജം. പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഗുരുദേവ സമാജം പ്രസിഡന്റ് OK ഹർഷകുമാർ അധ്യക്ഷത വഹിച്ചു. PR പ്രഹ്ലാദൻ, അശോക് കുമാർ,
കൗൺസിലർമാരായ സുമേഷ്, ശാലിനി വെങ്കിടേഷ്, സത്യൻ PA, മാതൃസമിതി പ്രസിഡന്റ് ലീന മനോജ് എന്നിവർ സംസാരിച്ചു. കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയും എനർജി മാനേജ്മെന്റ് സെന്റർ കേരളയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പദ്ധതി കുളിർമ കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ തുടക്കമായി. കാര മൗണ്ട് കാർമൽ ചർച്ച് പാരിഷ് ഹാളിൽ നടക്കുന്ന പരിപാടിക്ക് കിഡ്സ് ഡയറക്ടർ ഫാദർ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷത വഹിച്ചു. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ ജോസ്മി ടൈറ്റസ് ബോധവൽക്കരണ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ ഫാദർ ബിയോൺ തോമസ് കോണത്ത്, ഫാദർ എബനേസർ ആന്റണി, കിഡ്സ് ആനിമേറ്റർമാരായ ലൈല സേവ്യർ, ഗ്രേസി ജോയ് എന്നിവർ സംസാരിച്ചു. സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്പോർട്സ് എബിലിറ്റി ഹബിന്റെ ഉദ്ഘാടനം നടന്നു. PBMG HSS സ്കൂളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം നിർവഹിച്ചു. PBMGHSS പ്രധാന അധ്യാപകൻ സുനിൽ കുമാർ അധ്യക്ഷത വഹിച്ചു. കൊടുങ്ങല്ലൂർ BRC BPC മോഹൻരാജ് PM സെറിബ്രൽ പാൾസി സ്പോർട്സ് അസോസിയേഷൻ ഓഫ് കേരള സെക്രട്ടറി ഗിരിജ കുമാരി പദ്ധതി വിശദീകരണം നടത്തി. അഖിലേന്ത്യാ കിസാൻ സഭ കൊടുങ്ങല്ലൂർ മണ്ഡലം കമ്മിറ്റി വനിതാ കിസാൻ കൺവെൻഷൻ നടന്നു. കിസാൻ സഭ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ദീപ S നായർ ഉദ്ഘാടനം ചെയ്തു. കിസാൻ സഭ ജില്ലാ കൗൺസിൽ അംഗം സുനന്ദ രാജൻ അധ്യക്ഷത വഹിച്ചു. കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് സുരേഷ്, CPI ജില്ലാ കൗൺസിൽ അംഗം PP സുഭാഷ്, OC ജോസഫ്, സുമ ശിവൻ, ആലിസ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. കിസാൻ സഭ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി NK തങ്കരാജ് കൃഷിയെ സംബന്ധിച്ച് ക്ലാസ് എടുത്തു. ഇന്റർനെറ്റ് DTP ഫോട്ടോസ്റ്റാറ്റ് വർക്കേഴ്സ് ആൻഡ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം 26-ന് ചാലക്കുടിയിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉച്ചതിരിഞ്ഞ് 2-ന് പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് KG സെൽമ ബൈ ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് സൗത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിനടിയിൽ നടക്കുന്ന പൊതുസമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ രാജൻ പൈക്കാട്, സോമൻ വർഷ, സുരേഷ് ബാബു, രജനി ഉദയൻ, KS മനോജ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. ചാലക്കുടി വെള്ളാഞ്ചിറ ഫാത്തിമ മാതാ പള്ളിയിലെ പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ തോമസ് ലീഹായുടെയും തിരുനാൾ 25, 26, 27, 28 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാർപ്പാപ്പയുടെ നിര്യാണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഇത്തവണ തിരുനാൾ നടത്തുന്നത്. വെള്ളിയാഴ്ച വൈകിട്ട് 5:30-ന് സെന്റ് ജെയിംസ് ആശുപത്രി ഡയറക്ടർ ഫാദർ ആൻഡോ ആലപ്പാടൻ തിരുനാളിന് കൊടിയേറ്റും. തിരുനാൾ ദിനമായ ഞായറാഴ്ച 10:30-നുള്ള തിരുനാൾ ദിവ്യബലിക്ക് ഫാദർ ജോസ് പുതിയ പറമ്പിൽ മുഖ്യ കാർമ്മികനാകും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സജീഷ് അരിക്കാടൻ, തോമസ് പുന്നേലിപ്പറമ്പൻ, എഡ്വിൻ പോൾ, മാർട്ടിൻ തോമസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. വേനൽ തുമ്പി ചാലക്കുടി ഏരിയ കലാജാഥ പര്യടനം ചാലക്കുടി മണ്ഡലത്തിലെ വിവിധ ഇടങ്ങളിലെ പര്യടനം പൂർത്തീകരിച്ച് നാളെ മേലൂർ പഞ്ചായത്തിൽ സമാപിക്കും. ഏപ്രിൽ 16-ന് ആരംഭിച്ച പര്യടനം അരൂർ മുഴി, കുറ്റിച്ചിറ, കാഞ്ഞിരപ്പള്ളി, നായരങ്ങാടി, പരിയാരം, VR പുരം, പോട്ട, ഗാന്ധിനഗർ, അന്നനാട് എന്നിവിടങ്ങളിൽ പര്യടനം പൂർത്തീകരിച്ചു. നാളെ പറയാങ്കുന്ന്, കട്ടപ്പുറം, കോനൂർ, തുടർന്ന് മേലൂർ സെന്ററിൽ സമാപിക്കും. 2 ബാലസംഘം ഏരിയ സെക്രട്ടറി ES നദാഷ ലീഡറായും ബാലസംഘം ഏരിയ പ്രസിഡന്റ് അർജുൻ PR ഡെപ്യൂട്ടി ലീഡറായും അഡ്വക്കേറ്റ് KR സുമേഷ് ജാഥ മാനേജറായും PV സന്തോഷ് ഡെപ്യൂട്ടി മാനേജർ, S അഭിഷേക് കോർഡിനേറ്ററായുമാണ് ഏരിയ കലാജാഥ പര്യടനം നടത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ആനന്ദപുരത്ത് മദ്യലഹരിയിൽ ജ്യേഷ്ഠൻ സഹോദരനെ തലക്കടിച്ച് കൊലപ്പെടുത്തി. കൊടകര വഴിയിൽ കൊടിയൻകുന്നിൽ കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ യദുകൃഷ്ണനാണ് മരിച്ചത്. റഷ്യൻ കൂലി പട്ടാളത്തിൽപ്പെട്ട മലയാളി യുവാവിന് മോചനം. തൃശൂർ വടക്കാഞ്ചേരി സ്വദേശി ജെയിൻ കുര്യൻ റഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. വിജ്ഞാന കേരളം ജനകീയ ക്യാമ്പയിൻ തൃശൂരിൽ തൊഴിൽ പൂരം തീർക്കും. പ്രധാന ഉദ്യോഗസ്ഥരുടെയും വിവിധ ഏജൻസി പ്രതിനിധികളുടെയും യോഗം ചേർന്നു.
ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.